നമ്മള് ഞാൻ ഇന്നലെ കുഞ്ഞു നോർമലാ ഓണായിക്കോട്ടെ ഒരു ആൾക്കാരുണ്ടായിട്ടുണ്ടാവും. ഞാൻ പോയാണ് അപ്പൊ ഞാൻ പോയാണ് ഹലോ, ഇവിടെ ഞങ്ങളൊരു കൂട്ടിക്കള ഉണ്ടാക്കണം. ഇത് പണ്ടത്തെ കളിയാണ്. ഇത് കളിച്ചിട്ടുള്ളവർ കുറെ ഉണ്ടാവും. പണ്ടത്തെ കുറെ ആൾക്കാർ കളിച്ചിട്ടുണ്ടാവും. കളിച്ചവരൊക്കെ എന്താണ് ലൈക്കും കമന്റും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. കണ്ടിരിക്കുമ്പോ അറിയില്ല. എന്റെ അവിടെ ഒരു കുയ്യ് വേണം. പണ്ടൊക്കെ ഇങ്ങനെ ഇവിടെ ഒരു കുയ്യ് ഉണ്ടാവും. ഇവിടെ ഒരു കുയ്യ് ഉണ്ടാവും. ഇങ്ങനെയാണ് കൂട്ടിക്കള ഉണ്ടായത്. ഗായ്സ്, അപ്പൊ ഞാനും ഉപ്പച്ചും കൂടി ഇന്നൊരു മത്സരം നടത്തും. അതിൽ ആരോ ജയിക്കാതെ. ഗായ്സ്, ഇപ്പച്ചി ഇപ്പൊ ഇങ്ങനെ പണി പൂർത്തിയാവാൻ നിക്കാണ്. അവിടെ ഇപ്പൊ കുയ്യൊക്കെ കുത്തി മറ്റേ ഓട്ടകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാന് ഞങ്ങളെ പറമ്പ് ഇവിടെ അടുത്തായോണ്ട് അവിടെ പോയാണ്ട് കുറച്ച് മണ്ണ് കൊടുത്തിട്ടുണ്ട്. മണ്ണ് ചട്ടിയിലിട്ട് കൊടുന്നതാണ്. ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു ചട്ടിയിലിട്ടിട്ടായിരുന്നു ഞാൻ മണ്ണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്താണ് ഞാൻ അവിടുന്ന് ഇപ്പച്ചി കൊട്ടി വെള്ളം ഒഴിച്ച് ചട്ടക കൊണ്ടാണ് ഞങ്ങൾ ഇതാക്കുന്നത് കേട്ടോ. ഇപ്പച്ചി തേപ്പുകാരുടെ ആയതുകൊണ്ട് ഇപ്പച്ചിക്ക് ഇത് നല്ല അറിയാം. ഇപ്പച്ചി ഇപ്പൊ ഇങ്ങനെ ആക്കുകയാണ്. അപ്പൊ ഇപ്പച്ചിന്റെ ഓർമ്മയിൽ ഇങ്ങനെയാണെന്നാണ് ഇപ്പച്ചി എന്നോട് പറഞ്ഞത്. അപ്പൊ കോട്ടികളുണ്ട് കേട്ടോ, അത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ കോട്ടികൾ. അപ്പൊ ഗൈസ്, ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ കോട്ടികള്. നമുക്ക് കാണുന്നുണ്ടാവും അറിയില്ല. ഞാൻ ഇപ്പച്ചും കൂടി ഒരു മത്സരം നടന്നു. അതിൽ ആരാ ജയിക്കാന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇപ്പച്ചി കളിച്ചൊക്കെ പണ്ട് കൊറേ കളി.
അപ്പോൾ ഗേസ് നമ്മളെ കോട്ടിക്കളം റെഡിയായി ഏകദേശം. അപ്പോൾ നമ്മൾ കോട്ടി നമ്മൾ ചോദിച്ച് വാങ്ങി. കോട്ടി ഇതാ കയ്യിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കോട്ടി കളത്തേക്ക് ഇടാനുള്ളൊരു അളവുണ്ട് ഏകദേശം. അപ്പോൾ നമ്മൾ ഒരു ഇതെറ്റ് മാർക്ക് ചെയ്യണം അവിടെ. എന്നാലേ മറ്റേത് ആ വരയെങ്കിൽ വരൻ്റെ നമ്മൾ എവിടെ വേണമെന്ന് കളിക്കും. അപ്പോൾ അങ്ങനെ പാടിക്കുക. ഒരു നിശ്ചിത അളവുണ്ട്, ആ അളവ് അവിടെ മാർക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് വേണം കോട്ടി കളത്തിലേക്ക് ഇടാൻ. അപ്പോൾ എല്ലായിടത്തും അങ്ങനെ തന്നെ ആവും. അപ്പോൾ കോട്ടി കളത്തിലേക്ക് കളിക്കാനും വേണ്ടിയിട്ട് രണ്ടാൾക്കാർ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. എൻ്റെ കളി കഴിഞ്ഞിട്ട് എന്നെ ആദ്യം റിയ ഫുള്ള് തോടാക്കി എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ബീറ്റി കോട്ടി ഫുള്ള് പീറ്റി എന്ന് പറയും. പീറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. എൻ്റെ കോട്ടി ഫുള്ള് പീറ്റിയാന്ന് ചോദിച്ചു. അങ്ങനെ നമ്മളെ നാട്ടിലൊക്കെ പറഞ്ഞിരുന്നത്. അപ്പോൾ കളി തുടങ്ങാൻ റെഡി ആയിക്കണ്. അപ്പോൾ ആദ്യത്തെ വെപ്പ് എന്നാണ്. അപ്പോൾ നമ്മൾ കോട്ടി അവരൊക്കെ എന്നിട്ട് വാങ്ങുമ്പോൾ ആദ്യം കളി എങ്ങനെയാണെന്നുണ്ടെന്ന് അവർക്കൊന്ന് കാണിച്ചു കൊടുത്ത് അവർക്കൊരു ഐഡിയ വേണ്ട. ഞാൻ ഒരു ഐഡിയ റെഡിയാക്കാൻ കളത്തിക്കിട്ട് പ്രാക്ടീസൊക്കെ ഒന്ന് ചെയ്യിപ്പിച്ച് അങ്ങനെ ആദ്യം റിയയും ഡിഫിൻ പാടി കളിക്കാൻ പോകുന്നു. അപ്പോൾ ആദ്യം ഒപ്പ് കഴിഞ്ഞിട്ട് കളിക്കാന്നുള്ള തയ്യാറെടുപ്പിലാണ്. ഡിഫൻ്റെ പൂതി എന്താണ് ഡിഫക്ക് കളി. അപ്പോൾ അവർ ഓരോന്നവർക്ക് ഒരു ഐഡിയ ചെയ്യാത്തതുകൊണ്ട് അവർക്ക് കാണിച്ചു കൊടുക്കുക ഇതെങ്ങനെയാണെന്നുണ്ട്. അപ്പോൾ ആദ്യം ഓരോന്നാണ് ഇട്ടത്. അപ്പോൾ അതിന് കൊള്ളിക്കണ ഐഡിയ ഒക്കെ പോൾക്ക് കാണിച്ചു കൊടുത്തപ്പോൾ പോൾക്ക് ഭയങ്കര രസമായിരിക്കണം. സംഗതി കള ഉണ്ടാക്കാനൊന്നും വലിയ പണിയൊന്നും ഇല്ല. ആ ഇപ്പം ചെറിയോൾക്ക് ഭയങ്കര ആവേശം. ചെറിയോളും മൂത്തോളും പാടിയാണ് കളി. അപ്പം ആദ്യം ഇന്നെ തോൽപ്പിച്ചിക്കണ് മൂത്ത മോള്. അപ്പം ആദ്യം വെപ്പ് കൊടുക്കാണ്ട് വാങ്ങൂല, ഇവിടെ അങ്ങോട്ട് കൊടുക്കൂല. കാരണം ഓള് തന്നെ വെപ്പ് ഇങ്ങോട്ട് വാങ്ങി. ചെറിയോള് ജിഫ ഒരു കോട്ടി ഉള്ളൂ. അടുത്തവരെ കളിയാണ്, ഇവരെ കളി തുടങ്ങുകയാണ്. അപ്പോൾ ചെറിയോള് വെപ്പ് അങ്ങോട്ട് കൊടുക്കൂല. അപ്പോൾ ഫസ്റ്റ് കളി ചെറുതിന് വേണമെന്നാണ് ഓള് പറഞ്ഞത്. വേണ്ടാ ഞാൻ അയ്യാന്ന്. അപ്പോൾ ഇപ്പോൾ അങ്ങോട്ട് കൊടുക്കേണ്ടി വന്നു. വേണ്ട കൊടുത്ത് ഈരൊടുത്ത് 4 ഓളത് 2 ആക്കിയാൽ അങ്ങനെ 4 കളത്തിക്കിടും. അരിഫൻ്റെ ഫസ്റ്റ് കളിയാണ്. ഓളെ ചുണ്ടിൽ ലഡു പൊട്ടി ഫസ്റ്റ് കളിക്ക് ഇട്ട്. ഇഫക്ക് സേവ ഉണ്ട്. സേവ എന്ന് പറഞ്ഞാൽ 2 കോട്ടി അടുപ്പിച്ച് നിന്നാൽ ഇഷ്ടമുള്ളതിന് കൊള്ളിക്കാന്നുള്ളതാണ് നിയമം. അന്നത്തെ കാലത്തുള്ള നിയമം. പലയിടത്തും പല നിയമങ്ങളാവും. നമ്മളെ നാട്ടിൽ ഇങ്ങനെയായിരുന്നു. പിന്നെ ലൈൻമേൽ നിന്നാൽ കൂട്ടി നഷ്ടപ്പെടും നമ്മളൊക്കെ. അതേമാതിരി 2 എണ്ണത്തിന് അടുപ്പിച്ച് കൊണ്ടാൽ നഷ്ടപ്പെടും നമ്മളെ കയ്യിൽ നിന്ന്. അങ്ങനെയൊക്കെയാണ് കളിയാണ്. ചെറിയ കോട്ടി വരെ ഉണ്ടായിരുന്നു. ഇപ്പം ചെറിയ കോട്ടി അതിലുണ്ടായിരുന്നു. ഒന്ന് മിസ്സാണ്, ഒന്ന് കാണാനില്ല.
കൂട്ടി രണ്ടാളും ഒന്ന് കാണിച്ചു തരാണ്. അപ്പൊ അവര് എന്നെ തകൃതിയിൽ എന്നെ കളിയാണ്. ഇത് റിഫയാണ് കളിക്കണെന്ന് തോന്നുന്നു. റിഫല്ല, ഇത് റിയാണ് കളിക്കുന്നത്. ലൈനായാല് റിഫക്ക് കിട്ടും. റിഫ മാപ്പിട്ട് നോക്കിക്കാണ്. റിഫക്ക് അതിന്റെ ഐഡിയ അറിയുന്നില്ല. ഞാൻ പറഞ്ഞത് എനിക്ക് കിട്ടിയിരിക്കുന്നു. ഇനി റിഫന്റെ ഒരു മാസ് കളി ഉണ്ട്. ഒന്നിന് പൊള്ളിക്കണേ. ഇത് ഈ കളിയിലാന്ന് തോന്നുന്നു. ഇത് 4 ഉപ്പ് അങ്ങനെ കളിയിലാന്ന് തോന്നുന്നു. പൊള്ളിക്കണേ ഇപ്പൊ കൊള്ളിക്കോളെ ഓള് ഒപ്പ് കഴിഞ്ഞാലുള്ള കളിയാണ്. അടുത്ത കളിയിലാന്ന് ഒപ്പെടുത്ത് 4. ഓളെ അടിവാനൊക്കെ അപ്പുറത്ത്. അടിവാനം എന്ന് പറഞ്ഞാൽ നമ്മൾ അടിക്കണ കോട്ടയാണ് അടിവാനം. നമ്മളൊക്കെ അടിവാനം എന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ എന്തായാലും നിങ്ങളുടെ നാട്ടിൽ നിന്നാവും. അപ്പൊ ഇങ്ങനെയാണ് നമ്മളെ കോട്ടിക്കളി ഉണ്ടായത്. കുറേ ദിവസമായിക്കണ പേര് കോട്ടിക്കളി കളിക്കണം എന്നല്ല. അങ്ങനെ ഒരു കള ഉണ്ടാക്കി കൊടുത്താണെന്ന്. പിന്നെ എലക്ഷന്റെ ബൂത്ത് നമ്മളെ സ്കൂളിലായതുകൊണ്ട് ഇപ്പൊ സ്കൂളൊക്കെ അവധിയാണ്. ഈ കളിയിലാണ് ഇവള് റിഫ കൊള്ളിക്കണേ. റിഫ അതിന് ഒറ്റക്കുള്ള പുറത്ത് പോയത് മേടാൻ പറഞ്ഞപ്പോൾ ഇവളെന്താ കാട്ടിക്കണോ ഡിഫന്റെ പുറത്ത് പോയി മേടിക്കണം. ശരിക്കും കോട്ടികള് തമ്മിൽ ആ ലൈൻമെന്ന് മേടണം. അങ്ങനെയാണ് മേട്ടം. എന്നിട്ട് ഓൾക്ക് അറിയാൻ്റെ കാണിച്ചു കൊടുത്ത് എന്നിട്ട് ഓള് വീണ്ടും വന്ന് മേടിയപ്പോൾ കളിക്കണ റിഫ അറിയാം ഞാൻ മേടാന്ന്. ഓൾക്ക് മേടാൻ പറ്റില്ല. ഇപ്പോഴാണ് മേടേണ്ടത്. കണ്ട അതിന് തിരക്കുണ്ടാക്കാൻ പോയിക്കുന്നു. അങ്ങനെയാണ്. ഞാൻ വാങ്ങിക്കോ, വേറെ ഉപ്പ് വാങ്ങിക്കോ. അത് വീട്ടി കഴിഞ്ഞ് എടുത്ത കോട്ടിരിക്കേ. എൻ്റെ കഴിഞ്ഞ എത്ര ഉണ്ട്? ഇനി എത്ര ഉണ്ട് ഉപ്പ്? 2 കൊടുത്താണ്. ഇനി 2 വാങ്ങിക്കോ താത്താനെ. 2 കൊടുക്ക് എന്നാലേ കളി ബാങ്ക് കഴിക്കും. 4 എൻ്റെ കേൾക്കുന്ന 2 എടുക്ക്. എത്ര ബുദ്ധിയ. 2 തന്നെ 4 പൊള്ളിച്ച. എൻ്റെ അടിവാനോടെ ചങ്ങായി അടിവാനൊക്കെ കൈക്ക പിടിച്ച് ഒരു കയ്യില് അടിവാൻ മേക്ക്. അതാ ഇതിമക്ക് ഒറ്റമ്മക്ക് ഇല്ല. എൻ്റെ ആള് റിയൻ്റെ ആളി ഇപ്പൊ 4 ഉപ്പ് കഴിഞ്ഞിരിക്കണ്. ഇഷ്ടമുള്ള കൊള്ളിക്ക. സേവ ഉണ്ടായതുകൊണ്ട് ഇഷ്ടമുള്ള കൊള്ളിക്കാം. ഇതാണ് നമ്മളെ കൂട്ടിക്കളം. ലൂട്ടി അത് റിഫ എടുക്കും. അത് എൻ്റെ ഒന്ന് അവര് അടിവാ എടുക്കാൻ പറ്റുള്ളൂ. അടിവാണ്ട് കൊടുത്താളാ. ഈ റിഫ ഫൗള് കളി കളിച്ച് റിയ മുക്കോട്ടോ. മേടായില്ല അക്ക ലൈൻമേലാണ്. അതെ കുയ്യത്തെ കിട്ടൂടെ 4 അതാവും. എൻ്റെ ഓളൊക്കെ ഒന്ന് വാങ്ങിയാൽ മതി.